നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിനെതിരെ കടുത്ത പോരാട്ടം തുടരുന്ന UAE എല്ലാ എമിറേറ്റുകളിലും വാക്സിനേഷൻ വിതരണ കേന്ദ്രങ്ങൾ ഒരുക്കി. വാക്സിൻ ലഭ്യമാകുന്നതിൽ പുതുവിപ്ലവമാണ് ലോകത്തിന് കാഴ്ചവെക്കുന്നത്. ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം രാജ്യത്ത് 12,70,500 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതോടെ ആഗോളതലത്തിൽ കോവിഡ് വാക്സിൻ നൽകുന്നതിൽ UAE രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേലാണ് ഈ രംഗത്ത് UAEക്ക് മുന്നിൽ നിൽക്കുന്നത്. 100 പേരിൽ 11.8 ഡോസ് എന്ന നിരക്കിലാണ് UAE ഇപ്പോൾ മുന്നേറുന്നത്. ദിനംപ്രതി ശരാശരി 1/2 ലക്ഷത്തിലധികം പേരാണ് 7 എമിറേറ്റുകളിലായി സജ്ജീകരിച്ച 500-ൽ പരം കേന്ദ്രങ്ങളിലെത്തി കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നത്. 100 പേരിൽ 11.8 ഡോസ് എന്ന കണക്കിൽ വാക്സിൻ എത്തിക്കാൻ UAEക്ക് സാധിച്ചിരിക്കുന്നു. പാദവർഷത്തിൽ മൊത്തം ജനസംഖ്യയുടെ പകുതി പേർക്കെങ്കിലും വാക്സിൻ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UAEയുടെ വാക്സിനേഷൻ യജ്ഞം ഇപ്പോൾ മുന്നേറുന്നത്. വാക്സിനേഷന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് ദേശീയ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ മന്ത്രാലയം. അതേസമയം കോവിഡ് വാക്സിൻ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ സൃഷ്ടിച്ചില്ലെന്ന് 2 ഡോസ് സ്വീകരിച്ച യുവതി. കോവിഡിനെതിരെ തന്റെ പ്രതിരോധശേഷി വർദ്ധിച്ചിട്ടുണ്ടെന്ന് സമീഹ സമാൻ പറയുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപായി എല്ലായ്പ്പോഴും മാസ്കുകൾ ധരിക്കുന്നു. ഒപ്പം വീട്ടിലെത്തിച്ച പലചരക്ക് സാധനങ്ങൾ ശുചിയാക്കുന്നു. പകർച്ചവ്യാധിയെ മറികടക്കാൻ ലോകത്തിന്റെ ഭൂരിഭാഗവും കഠിനമായി പോരാടുകയാണെന്നും യുവതി പറയുകയുണ്ടായി. ഡിസംബർ 9-ന് ആരംഭിച്ച് 4 ആഴ്ച പിന്നിട്ട വാക്സിൻ ക്യാമ്പയിനിൽ മലയാളികൾ ഉൾപ്പെടെ ഇതുവരെ 12 ലക്ഷത്തോളം പേർ കുത്തിവെപ്പ് നടത്തിയിരിക്കുന്നു. UAEയിലെ എല്ലാ മെഡിക്കൽ സെന്ററുകളിലും വാക്സിൻ സ്വീകരിക്കാൻ തിരക്കാണ്. UAEയിൽ 31,000 പേരിൽ പരീക്ഷിച്ച സിനോഫോം വാക്സിൻ എല്ലാ എമിറേറ്റിലും ലഭ്യമാണ്. ദുബായിൽ ഫൈസർ വാക്സിനും ലഭ്യമായതിനാൽ ഇവിടുത്തെ താമസക്കാർക്ക് 2-ൽ 1 തിരഞ്ഞെടുക്കാം. UAEയിലെ തന്റെ കുടുംബത്തിലെ മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും വാക്സിനേഷൻ നൽകിയിട്ടുണ്ടെന്നുള്ളത് ആശ്വാസകരമാണെന്നും യുവതി പറയുന്നു. അതേസമയം UAEയിലെ അധ്യാപകർ കോവിഡ് വാക്സിൻ എടുത്ത് സുരക്ഷിതരാകണമെന്ന് വിദേശകാര്യ രാജ്യാന്തര സഹകരണ മന്ത്രിയും വിദ്യാഭ്യാസ മാനവശേഷി വകുപ്പ് ചെയർമാനുമായ ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പറയുകയുണ്ടായി.